കളമശ്ശേരിയുടെ സമഗ്ര കാർഷിക വികസനത്തിന് മന്ത്രി പി രാജീവ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും സഹകരണം സാധ്യമാക്കിയ കൃഷിക്കൊപ്പം കളമശ്ശേരി കേരളത്തിന് മാതൃകയാക്കാവുന്ന പദ്ധതിയാണെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. രണ്ടാമത് കളമശ്ശേരി കാർഷികോത്സവത്തിന് മുന്നോടിയായി നടത്തുന്ന ത്രിതല പഞ്ചായത്ത് സംഗമവും കാർഷിക സെമിനാറും വട്ടേക്കുന്നം നവതി മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഞാനിപ്പം ഇങ്ങോട്ട് വരുമ്പോഴും പറഞ്ഞു, കഴിഞ്ഞ ഇതിന് മുമ്പൊരിക്കലും പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രിയോട്, ഈ കളമശ്ശേരിയിൽ ഇത്രയും കൃഷിക്കാരുണ്ടെന്നുള്ളത് ഇപ്പോ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടുത്തെ ജനപ്രതിനിധിയായി ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചപ്പോഴാണ് പുറം ലോകത്തിന് തന്നെ മനസ്സിലായത് ഇത്രയും കൃഷിക്ക് സാധ്യതയുള്ള ഒരിടമാണ് എന്നത്. ആദ്യം ഇത് കേട്ടപ്പം ഒരു അത്ഭുതം തോന്നി. കളമശ്ശേരിയിൽ കൃഷി, കാരണം കളമശ്ശേരി നമ്മൾ കേൾക്കുമ്പോൾ തന്നെ വ്യവസായ സ്ഥാപനങ്ങളുടെ പേരാണല്ലോ മനസ്സിൽ ഓർമ്മ വരിക. പണ്ട് കളമശ്ശേരി പോലൊരു മണ്ഡലത്തിൽ കൃഷിയെ അടിസ്ഥാനപ്പെടുത്തി ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യാം എന്നത് വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ ശരിയായ കാഴ്ചപ്പാടോടുകൂടി ഇടപെട്ടാൽ ഇതെല്ലാം ചെയ്യാം എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. ഇത് വലിയ മാറ്റം തീർച്ചയായിട്ടും മണ്ഡലത്തിൽ ഉണ്ടാക്കും. ഇപ്പൊ ഓരോ വീട്ടിലും മൈക്രോ എക്കോസിസ്റ്റം, സമ്പൂർണ്ണ ഉറവിട മാലിന്യ സംസ്കരണം ഇതിന്റെ ഭാഗമാണ് അല്ലെ, കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമാണ് എന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഏലൂരിന്റെ സുജിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഏലൂരിന്റെ മാതൃക എറണാകുളത്ത് ഞങ്ങള് ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം ഞാനും ബഹുമാനപ്പെട്ട മന്ത്രിയും പങ്കെടുത്തുകൊണ്ട് ജനപ്രതിനിധികളുടെ യോഗം ചേർന്നത് ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പൊ അന്ന് ഉറവിട മാലിന്യ സംസ്കരണം എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ആദ്യം ഭയങ്കര റെസിസ്റ്റൻസ് ആയിരുന്നു. ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞത് മിനിസ്റ്റർ പാലക്കാടല്ല, ഇത് കൊച്ചിയാണ്. അപ്പൊ ഞങ്ങള് ഇത് നടക്കും എന്നതിന്റെ ഒരു മാതൃകയായിട്ട് ചൂണ്ടിക്കാണിച്ചത് ഏലൂർ മുനിസിപ്പാലിറ്റിയാണ്. ഏലൂരിൽ വിജയകരമായിട്ട് ഉറവിട മാലിന്യ സംസ്കരണം നടത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു എന്നതും ഇതിൽ സഹകരിക്കുന്നു എന്നുള്ളതും ഒരു വലിയ മാതൃകയാണ്. അതും ഒരു വലിയ മാതൃകയാണ്. അവരെയും ഞാൻ അഭിനന്ദിക്കുക. മന്ത്രിയുടെ ഈ മാതൃകാ പദ്ധതിയോട് പൂർണ്ണമായും സഹകരിച്ച, അതിന് മുന്നോട്ട് വന്ന ഈ ജനപ്രതിനിധികളെ എല്ലാവരെയും അഭിനന്ദിക്കണം. ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ എല്ലായിടത്തും അങ്ങനെ നടക്കുന്നില്ല, അത് വേറെ കാര്യം. എല്ലായിടത്തും അത് നടക്കുന്നില്ല. പക്ഷെ ഇവിടെ പൂർണ്ണമായിട്ടും എല്ലാവരും സഹകരിക്കുന്നു എന്നുള്ളതും ഈ കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഒരു സവിശേഷതയാണ് എന്ന് സന്തോഷത്തോടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, സംഘാടക സമിതി ചെയർമാൻ VM ശശി, ജനറൽ കൺവീനർ MP വിജയൻ, ഇടപ്പള്ളി വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MV ശ്രീകുമാർ, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ്, പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ്, ഏലൂർ മുനിസിപ്പൽ ചെയർമാൻ AD സുജിൽ, ജില്ലാ പ്ലാനിംഗ് ബോർഡ് അംഗം ജമാൽ മണക്കാടൻ, കടുങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ, ആലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് PM മനാഫ്, കരിമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച സെമിനാറിൽ കില മുൻ ഡയറക്ടർ ജോയ് ഇളമൺ വിഷയം അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.